എങ്ങനെ ആടും പാതിരി എന്ന് പേര് വന്നത്? അതെ, ഞാൻ ഡാൻസ് ഫീൽഡിലുള്ള ഒരാളായിരുന്നു. പിന്നീട് അച്ഛനാവാൻ പോയി. അതിനുശേഷം അച്ഛന്മാരൊക്കെ ഡാൻസിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പതുക്കെ ഡാൻസ് ഇങ്ങനെ തുടങ്ങി. അപ്പോ ദീപിക പത്രത്തിലാണ് ആദ്യം ഇങ്ങനെ ആടും പാതിരി ഒരു പ്രോഗ്രാം വന്നപ്പോ ഒരു ക്യാപ്ഷൻ കൊടുത്തത്. അങ്ങനെ പിന്നെ മീഡിയയിൽ കംപ്ലീറ്റ് ആടും പാതിരി എന്ന് അറിയപ്പെട്ട് തുടങ്ങി. അങ്ങനെയാണ് പല ഡാൻസ് നർത്തകനും അച്ഛനാവാൻ കഴിയും. നർത്തകന് തീർച്ചയായിട്ടും അച്ഛനാവാൻ പറ്റും. ആടാ ഇപ്പൊ നടക്കാണ്. ചെറിയൊരു പാട്ട് നമുക്ക് ഏത് പാട്ടാ നമുക്ക് വേണ്ടത്? സ്പീഡിൽ നടക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡാൻസ് ഏതാ? ഡാൻസ് ഇപ്പൊ ഇതില് വന്നിട്ടുള്ള ഇപ്പൊ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന പാട്ടില്ലേ, ക്രിസ്മസ് ക്രിസ്മസ് മെറി ക്രിസ്മസ് ബോണത്താലേ. പിടിച്ചാലോ? അത് അവിടെ എത്തിയിട്ട് നമ്മൾ റൗണ്ടിൽ എന്താ പറയുന്നത്, നമുക്ക് പാട്ട് കേട്ടാലേ ആ ഒരു എനർജി വരത്തുള്ളൂ, അതിനുശേഷം തുടങ്ങാൻ പറ്റുള്ളൂ. പാട്ട് കേട്ടാലേ പിന്നെ റൗണ്ടിൽ കയറിയിട്ടാണ് ഞങ്ങൾ കളിക്കാനായിട്ടുള്ള ഒരു അനുമതി. അച്ഛനായിട്ടൊരു അനുമതി തെറ്റിക്കണ്ട. ഇതിന്റെ ഒരു കളർഫുൾ ആയിട്ടുള്ള സംഗതി നമ്മുടെ തൃശ്ശൂര് പൂരം തീർച്ചയായിട്ടും ബോണത്താല് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു തൃശ്ശൂരിന്റെ ആ ഒരു പാരമ്പര്യം എന്താ നമ്മുടെ? ഇവിടെ സാംസ്കാരിക തലസ്ഥാനമാണ്. എല്ലാവരും ഒരു ആഘോഷത്തിന്റെ മൂഡാണ് തൃശ്ശൂർക്കാർക്ക് എപ്പോഴും. പൂരമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഒക്കെ ഓണായാലും എല്ലാതും ആയാലും നല്ല ആഘോഷമാണ് എല്ലാവരും. ആഘോഷം അച്ഛന്റെ ലൈഫിൽ ഇപ്പൊ സുജയ പാർവതിയാണ് അവിടെ. സുജയ പാർവതി എന്നോട് പറഞ്ഞത് നമുക്ക് അച്ഛനെ ക്രിസ്മസിനന്ന് കിട്ടുമെന്ന്. അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ വീട്ടിൽ പോവാന്ന്. ഞാൻ വീട്ടിൽ പോവായിരുന്നു. തൃശ്ശൂരിന്റെ ഈ കൾച്ചർ അച്ഛന്റെ ഈ കല ഇതിൽ ജീവിതത്തിൽ സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാനൊരു കലാകാരനാണ് ബേസിക്കലി. അപ്പോ ഞാൻ അച്ഛനായപ്പോ തൃശ്ശൂർക്കാരായിട്ടുള്ള പിതാക്കന്മാരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അതല്ലെങ്കിൽ ചിലപ്പോ നമ്മള് കൾച്ചർ ഇല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് സപ്പോർട്ട് കിട്ടി. അങ്ങനെ തൃശ്ശൂരിന്റെ മണ്ണാണ് ശരിക്കും എനിക്ക് ഇങ്ങനെ പ്രോത്സാഹനം നൽകുന്നത്. സുജിയ, നമ്മളിപ്പോ അച്ഛനോട് കാഴ്ച ചോദിക്കുന്നത് ഇതിന്റെ ഒരു പൂർണ്ണ രൂപത്തിൽ വരണമെങ്കിൽ സ്വരാജ് റൗണ്ടിലേക്ക് കയറണം. അത് കഴിഞ്ഞാലാണ് നൃത്തങ്ങളും പാട്ടും അത് എല്ലാം ഉഷാറാവുള്ളൂ. സ്വരാജ് റൗണ്ടിലേക്ക് കയറാൻ നമ്മുടെ സിനിമയിൽ പറഞ്ഞ പ്രത്യേക എനർജിയാണ് അല്ലേ? അവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വരാജ് റൗണ്ട് നമ്മുടെ തൃശ്ശൂരിന്റെ മാത്രം ഒരു പ്രത്യേകതയാണല്ലോ. അപ്പൊ അവിടെ കയറി കഴിഞ്ഞാൽ ഡാൻസ് ഒക്കെ കളിക്കാൻ ഇപ്പൊ മാത്രമേ പറ്റുള്ളൂ. ഈ വർഷത്തിലൊരു ദിവസമാണ് സ്വരാജ് റൗണ്ട് ഡാൻസ് ചെയ്യാൻ പറ്റുന്നത്. അച്ഛൻ ക്ലാസിക്കലും കളിക്കും. നമ്മളെ എല്ലാം കൊണ്ടും ഒന്ന് വലിയൊരു എനർജിയാണ് പിള്ളേർക്ക്. കാരണം ഒരു സാധാരണ അച്ഛന്മാരൊക്കെ പണ്ടൊക്കെ നമ്മൾ ഭയങ്കര ഗൗരവത്തില് പേടിയാണ് അച്ഛന്മാര്. ആ പേടിയിൽ നിന്ന് മാറി വളരെ ഒരു സുഹൃത്തിന്റെ ഭാവത്തിലേക്ക് വന്നു. തീർച്ചയായിട്ടും അതെ. നമ്മളിവിടെ പഠിപ്പിക്കുമ്പോൾ ഒരു കൂടുതൽ ഫ്രണ്ട്ലി ആവാണ്. അപ്പോൾ നമ്മൾ കുറെ കോമ്പറ്റീഷൻസ് ആയാലും പള്ളിയുടെ ചിൽഡ്രൻസ് മിനിസ്റ്റർ കോമ്പറ്റീഷൻസ് ആയാലും നമ്മൾ നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ കൊറിയോഗ്രാഫി ചെയ്ത് പഠിപ്പിച്ചു പോകുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഡാൻസ് ഒരു ഉപാധിയായിട്ട്. എന്താ ജെൻസിക്ക് തോന്നുന്നത്? അച്ഛന്റെ ഒരു വീഡിയോസ് കണ്ടിട്ടുണ്ടോ? പിന്നെ അച്ഛന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മള് അച്ഛന്റെ ഒക്കെ ഒരു അടിപൊളി ഡാൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അച്ഛൻ ഇവിടെ അനുമതി ഇല്ലാതെ അച്ഛൻ തുടങ്ങില്ല എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതെ, അച്ഛന്റെ പെർഫോമൻസ് കാണാൻ പോവാണ്. ഏതാ അച്ഛന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വെറുതെ ഒന്ന് റിയാക്ഷൻ? കുട്ടികളും ആഗ്രഹിച്ചിരിക്കുക സ്വരാജ് റൗണ്ടിൽ അച്ഛന്റെ ഒപ്പം ഡാൻസ് കളിക്കാനുള്ള അവസരമാണ്. അവസരം അതെ, ഞാൻ പറയട്ടെ, ഞാൻ മാത്രമല്ല വേറെ അച്ഛന്മാരോ ഡാൻസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലയുടെ വഴിയിൽ പോലെ കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ ഒന്ന് കവർ ചെയ്തോളൂ. എവിടെയാണ് അച്ഛൻ ചൂണ്ടിക്കാട്ടി നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്? എനിക്കിനി കാണിക്കും, എനിക്ക് ഇവരെ മാത്രമേ കാണൂ. അല്ലെ, ഇങ്ങനെ കലാപരമായിട്ട് പാട്ടുകാർ ഒരുപാട് അച്ഛന്മാരുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടുണ്ട്. നൃത്തം അധികം ആളുകൾക്ക് ഇല്ല. അവരെയൊക്കെ ഒന്ന് നമ്മൾ സംഘടിപ്പിച്ചൊരു ഗംഭീര ടീം ഉണ്ടാക്കണ്ടേ? ആഗ്രഹമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോം. ഇപ്രാവശ്യം തന്നെ നമ്മള് ഈ ബോണത്താലേക്ക് അച്ഛന്മാരുടെ ഒരു ടീം സെറ്റ് ഡാൻസ് ആയിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇടവകളിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കുകളാണ്. കുമ്പസാരും അതുപോലെ ധ്യാനങ്ങളും അതുപോലെ പുൽക്കൂടിന്റെ പണിയും കുറെ പ്രോഗ്രാംസ് പള്ളിയിൽ ഇതുകൊണ്ട് അച്ഛന്മാരെ കിട്ടിയില്ല. അല്ലെങ്കിൽ നമുക്ക് അച്ഛന്മാരെ മാത്രമായിട്ടൊരു ടീം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം, ചിന്തിക്കാം.